Dear students, welcome to Learner's World. In this video, I'm going to talk about ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എപ്പിസോഡ് 517. സന്തോഷ് ജോർജ് കുളങ്ങര, FAUGP MDC BA English, Introducing Travel Narratives, Journey Beyond Borders, second semester, Calcutta University. Santosh George Kulangara is an Indian traveler, media personality and entrepreneur, best known for his travel documentary series Sanjaram. He founded Safari TV, a channel dedicated to travel and exploration. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇന്ത്യൻ ട്രാവലറാണ്, ഒരു സഞ്ചാരിയാണ്, അതുപോലെ ഒരു മീഡിയ പേഴ്സണാലിറ്റിയാണ്, ഓൺട്രപ്രണറാണ്. അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി സീരീസ് ആയിട്ടുള്ള സഞ്ചാരത്തിലൂടെയാണ്. അദ്ദേഹം സഫാരി ടി വിയുടെ ഫൗണ്ടറാണ്. തൻ്റെ ട്രാവൽ ആൻഡ് എക്സ്പ്ലോറേഷനൊക്കെ ഈ ഒരു സഫാരി ടി വിയിലൂടെയാണ് അദ്ദേഹം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. സമ്മറി ഓഫ് ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എപ്പിസോഡ് 517. ഈ ഒരു എപ്പിസോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നോക്കാം. ഇൻ എപ്പിസോഡ് 517 ഓഫ് ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ, സന്തോഷ് ജോർജ് കുളങ്ങര എക്സ്പ്ലോർസ് ലാസ് വെഗാസ് USA. അപ്പോൾ അമേരിക്കയിലെ ലാസ് വെഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഒരു എപ്പിസോഡിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത്. He showcases the city's vibrant night, iconic landmarks and entertainment options, providing a comprehensive insight into what makes Las Vegas unique. അപ്പോൾ ലാസ് വെഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് അത്രയും മനോഹരമായത് അല്ലെങ്കിൽ അത്രയും യുണീക്കായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെയാണ്. അദ്ദേഹം ആ ഒരു സിറ്റിയുടെ നൈറ്റ് ലൈഫ് അദ്ദേഹം ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് ലാൻഡ്മാർക്സ് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സന്തോഷ് കുളങ്ങര describe its transformation from a desert landscape into a bustling city known for its casinos, nightlife and entertainment. അപ്പോൾ അദ്ദേഹം ഈ ഒരു ലാസ് വെഗാസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ലാസ് വെഗാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന്. ആദ്യം ഒരു ഡിസേർട്ട് ലാൻഡ്സ്കേപ്പായിരുന്നു, പിന്നീട് ഒരു മരുഭൂമിയായിരുന്നു, പിന്നീട് അത് ഒരു വൈബ്രൻറ്റ് സിറ്റിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ കാസിനോസ്, നൈറ്റ് ലൈഫ്, എൻ്റർടൈൻമെൻറ്റ് ഒക്കെയുള്ള ഒരു വൈബ്രൻറ്റ് സിറ്റി, നൈറ്റ് ലൈഫ് സിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. കാസിനോസ് എന്ന് പറഞ്ഞാൽ ഈ ചൂതാട്ടക്കളികളൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്. ഈ ഹൈലൈറ്റ്സ് ഹൗ ലാസ് വെഗാസ് ഈസ് എ ഡ്രീം ഡെസ്റ്റിനേഷൻ ഫോർ ടൂറിസ്റ്റ് ഫ്രം അറൗണ്ട് ദ വേൾഡ്. അദ്ദേഹം പിന്നീട് ഈ ഒരു എപ്പിസോഡുകളിലൂടെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ലോകത്തിൽ ഉടനീളമുള്ള ടൂറിസ്റ്റുകൾക്ക് ലാസ് വെഗാസ് ഒരു ഡ്രീം പ്ലേസ് ആയത് എന്നുള്ളത്, ഡ്രീം ഡെസ്റ്റിനേഷൻ ആയത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദ എപ്പിസോഡ് കവേഴ്സ് ലാസ് വെഗാസ് ബോൾവാർഡ് ആൻഡ് പോപ്പുലർലി നോൺ ആസ് ദ സ്ട്രിപ്പ്, ദ സിറ്റീസ് മോസ്റ്റ് ഫേമസ് ഏരിയ. അദ്ദേഹം ലാസ് വെഗാസിലെ ഒരു പ്ലേസാണ്, ഒരു സ്ട്രിപ്പാണ് ബോളിവാർഡ് എന്ന് പറയുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് അവിടുത്തെ. സന്തോഷ് കുളങ്ങര സ്റ്റെപ്സ് ഇൻസൈഡ് സം ഓഫ് ദ ഐക്കോണിക് കാസിനോസ്, എക്സ്പ്ലൈനിങ് ഹൗ ദേ ഓപ്പറേറ്റ്. അതുപോലെ അവിടെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള കാസിനോസിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഹി എക്സ്പ്ലോർസ് ദ മാസീവ് ഗെയിമിംഗ് ഫ്ലോർസ് ഫിൽഡ് വിത്ത് സ്ലോട്ട് മെഷീൻസ് ആൻഡ് പോക്കറ്റ് ടാബിൾസ്. അതായത് ഈ ഒരു ലാസ് വെഗാസിൻ്റെ ആ ഒരു മാസ്മരികമായിട്ടുള്ള ഒരു സിറ്റി ലൈഫ്, അതിലുള്ള ഗെയിമിംഗ് ഫ്ലോർസ്, സ്ലോട്ട് മെഷീൻസിലൂടെയൊക്കെ ഉള്ള ഒരു ഗെയിമിംഗ് ഫ്ലോർസ്, അതിനെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ദ ഹൈ സ്റ്റേക്സ് ഗ്യാംബ്ലിംഗ് കൾച്ചർ ആൻഡ് ഹൗ ടൂറിസ്റ്റ് ട്രൈ ദെയർ ലക്ക്. അതുപോലെ ഗ്യാംബ്ലിംഗ്,
ചൂതാട്ടക്കളികൾ അതിലൂടെ ടൂറിസ്റ്റുകൾ എങ്ങനെയാണ് തൻ്റെ ലക്ക് കണ്ടെത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ ഓൾസോ ടച്ചസ് ഓൺ ദ വേരിയസ് എൻ്റർടൈൻമെൻറ്റ് ഷോസ് ഇൻക്ലൂഡിങ് വേൾഡ് ക്ലാസ് പെർഫോമൻസസ് ബൈ മാജിക് ഷോസ് ആൻഡ് കൺസേർട്ട് ബൈ ഫേമസ് ആർട്ടിസ്റ്റ് ദാറ്റ് കീപ് ദ സിറ്റി അലൈവ് 24/7. അതുപോലെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സൊക്കെ നടക്കുന്ന ഒരു സിറ്റി കൂടിയാണ് ഈ ഒരു ലാസ് വെഗാസ് എന്ന് പറയുന്നത്. One of the episodes highlight is the visit to the Bellagio where witnesses famous Bellagio fountain show. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട് ഈ ലാസ് വെഗാസിൽ ബെല്ലാജിയോ വിസിറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവിടെ ബെല്ലാജിയോ ഫൗണ്ടെയിൻ ഷോ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ദിസ് ബ്രെത്ത് വാട്ടർ പെർഫോമൻസസ് സിങ്ക്രോണൈസ്ഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലൈറ്റ്സ് ഇസ് വൺ ഓഫ് ദ ടോപ്പ് ഫ്രീ അട്രാക്ഷൻസ് ഇൻ ലാസ് വെഗാസ്. ലാസ് വെഗാസിലുള്ള ഒരു ടോപ്പ് അട്രാക്ഷനാണ് ലൈറ്റും മ്യൂസിക്കും ഒരുമിച്ച് വരുന്ന ഒരു വാട്ടർ പെർഫോമൻസ്. ഈ ഓൾസോ ടേക്സ് വ്യൂവേഴ്സ് ടു ഫെർമൺ സ്ട്രീറ്റ് ആൻഡ് ദർ ഐക്കോണിക് പാർട്ട് ഓഫ് ലാസ് വെഗാസ്. ലാസ് വെഗാസിലുള്ള ഒരു ഐക്കോണിക് പാർട്ടാണ് ഫെർമൺ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദിസ് ഏരിയ ഹാസ് എ മോർ വിൻറ്റേജ് ഫീൽ വിത്ത് സ്ട്രീറ്റ് പെർഫോമൻസസ്, എ കനോപ്പി ഓഫ് LED ലൈറ്റ്സ് ഡിസ്പ്ലേയിങ് വൈബ്രൻറ്റ് വിഷ്വൽസ്. അതുപോലെ സ്ട്രീറ്റ് പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരുപാട് LED ലൈറ്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തൊരു വൈബ്രൻറ്റ് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ എപ്പിസോഡ് സന്തോഷ് ജോർജ് കുളങ്ങര റിഫ്ലെക്ട്സ് ഓൺ ഹൗ ലാസ് വെഗാസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗാംബ്ലിംഗ് ബട്ട് ഓൾസോ അബൌട്ട് ആർട്ട്, കൾച്ചർ ആൻഡ് ലക്ഷറി എക്സ്പീരിയൻസസ്. അതായത് ലാസ് വെഗാസ് എന്നുള്ള പ്ലേസ് ഒരു ഗാംബ്ലിങ് ചൂതാട്ടത്തിനായിട്ടുള്ള ഒരു പ്ലേസ് മാത്രമല്ല, അതിലുപരിയായിട്ട് എങ്ങനെയാണ് അവിടുത്തെ ആർട്ട്, കൾച്ചർ, ലക്ഷറി എക്സ്പീരിയൻസസ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ ലാസ് വെഗാസ് എപ്പിസോഡുകളിലൂടെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. He wraps up the episode by capturing the spirit of Las Vegas, a place where people come to chase dreams, enjoy world-class entertainment and experience the thrill of the unexpected. അപ്പോൾ ആളുകളുടെ ഒരു ഡ്രീം, ടൂറിസ്റ്റുകളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ലാസ് വെഗാസ് എന്ന് പറയുന്നത്, US-ലുള്ള. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് അദ്ദേഹം ഈ ഒരു എപ്പിസോഡിലൂടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.